ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്നൊരു മുരിങ്ങയില തോരനാണ് വെക്കുന്നത്. മുരിങ്ങയിലയും ചെറുപയറും കൂടെ ചേർന്ന ഒരു തോരൻ. മുരിങ്ങയില തന്നെ ഇട്ട് തോരൻ വെക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വേറൊരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമല്ലേ. നമ്മൾ സാധാ ചീരയുടെ അല്ല, വേറൊരു രുചി വരും. അതെല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ ഒരു രുചി മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് ചെറുപയറും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റോടു കൂടിയ ഒരു തോരൻ ഇവിടെ തയ്യാറാകാവേ. ഇതുപോലെ കുറച്ച് മുരിങ്ങയില എടുത്ത് വെക്കുക. അതിനാവശ്യമായ ചെറുപയർ ഇവിടെ ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ്. മുരിങ്ങയില നമ്മൾ എന്തേരം എടുക്കുന്നോ അതിനെ ആശ്രയിച്ച് അതിന് ചേരുന്ന പോലെ വേണം നമുക്ക് ചെറുപയറും കൂടെ ഇതിനകത്ത് എടുക്കാൻ. പിന്നെ വേണ്ടത് തേങ്ങ, പച്ചമുളക്, ജീരകം. പച്ചമുളക് ഞാനിവിടെ വലിയ 2 എരിവുള്ള പച്ചമുളക് എടുത്തേക്കുന്നത്. എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണേ. ഒരുപാട് അരയരുത്. തോരന് നമ്മൾ ചതച്ചെടുക്കത്തില്ലേ, അതുപോലെ നമുക്കിത് ചതച്ചെടുക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില. ഈ മുളകൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഈ അരപ്പൊന്ന് മൂക്കണം. സിമ്മിലോട്ട് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മുടെ മിക്സിയുടെ ജാറിൽ സ്വല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റണം. വറ്റിയതിന് ശേഷം നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഇലക്കറികൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് അതങ്ങ് കുക്കായി കിട്ടുന്നത്. അപ്പം നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കരുത്. ഈ വെള്ളം ഒരു സ്വല്പം ഒഴിച്ചത് ഈ അരപ്പൊന്ന് വെന്ത് അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മുരിങ്ങയില 2-3 പ്രാവശ്യം വാഷ് ചെയ്യണം. നമ്മൾ ആ ഇലയെല്ലാം പിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്യണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ എത്ര നന്നായിട്ട് പിച്ചിയാൽ ചെറിയ തണ്ടൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ കഴിയുന്നത് ആ തണ്ട് കളയാൻ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാവേ. ഈ ഇലയൊന്ന് വെന്ത് കിട്ടണം. അപ്പം ഞാൻ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചേക്കുവാണേ. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. നമ്മളിത് ഇവിടെ അടച്ച് വെച്ചിട്ടൊരു 2 മിനിറ്റായേ. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇല ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് വെച്ച ചെറുപയർ ആഡ് ചെയ്യും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ചെറുപയർ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഉപ്പ് നോക്കണേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് വേവണേ. ഇനിയിപ്പോൾ ഇതൊക്കെ സിമ്മിലേക്ക് ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറക്കാം. സിമ്മിലോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തീയെ, കാരണം ഇതിനകത്തൊട്ടും വെള്ളമില്ലല്ലോ. ഈ മുരിങ്ങയിലയിൽ നല്ല അയണും കാൽസ്യവും നല്ല ഫൈബറും എല്ലാം ഉള്ള ഒരു ഇലക്കറിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാരണം എപ്പോഴും ഒന്നും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ തോന്നത്തില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം അറിയാവുന്നവർ മിക്കവാറും ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഈ ഇലക്കറി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇത് രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഡോക്ടേഴ്സ് പറയത്തില്ലേ ഇലക്കറികൾ കഴിക്കണമെന്ന്, രക്തമൊക്കെ ഇച്ചിരി കുറവുള്ളവർക്ക്. പിന്നെ അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്കാണേലും ഈ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കണമെന്ന് പറയത്തില്ലേ. അപ്പോൾ ഇതിനകത്ത് നല്ല ഫൈബറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ചെറുപയറും മുരിങ്ങയിലയും കൂടെ ചേർന്നുള്ള ഈ തോരൻ. ചോറിൻ്റെ കൂടെ
ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാവേ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലയും ചെറുപയറും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിനകത്ത് നല്ല അയൺ കണ്ടൻറ്റും ഫൈബറും ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഇലയാണ് നമ്മുടെ ഈ മുരിങ്ങയില. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇത് ഉള്ള കാരണം നമുക്ക് അത്ര അങ്ങോട്ട് എപ്പോഴും എടുക്കാനൊന്നും ഒക്കെ ഒരു മടിയായിരിക്കും അല്ലേ. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഈ ഇലക്കറി നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഗുണമുള്ള ഒരു സാധനമാണ്. ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെ എല്ലാം പൊക്കോളും കേട്ടോ. ഇതിൻ്റെ കൂടെ ചേരുന്നത് രസത്തിൻ്റെ കൂടെയൊക്കെ ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.